വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് തായ് സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ തായ് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്റ്റിക്കി റൈസ് ആണ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതേപോലെ നല്ല വെളുത്തിട്ടിരിക്കും, തിക്ക് റൈസാണ് ഇത്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. നല്ല പശയുള്ള അരിയാണ്. അപ്പോൾ സാധാരണ ഇത് ഉണ്ടാക്കുന്നത് ഇലക്ട്രിക് കുക്കറിലാണ് ഉണ്ടാക്കുക. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സ്റ്റിക്കി റൈസ് ഒരു അരമണിക്കൂർ കുതിർത്ത ശേഷം പാനിലേക്ക് ഇടുകയാണ്. എപ്പോഴും നന്നായിട്ട് കഴുകണം, ഒത്തിരി സ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് ആ വെള്ളം ക്ലിയർ ആകുന്ന വരെ കഴുകുക. കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 1 കപ്പ് റൈസിന് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ചേർക്കും. ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം, എന്നിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ചോറ് ഇവിടെ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കോക്കനട്ട് സോസ് ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കാം, ഫ്രഷ് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു 3/4 കപ്പ് വെള്ളം, ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂണാണ്. 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂടാക്കാം. ഇപ്പം ചൂടാക്കുന്ന പരുവെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒന്ന് അലിയണം, അതുവരെ ചൂടാക്കിയെടുക്കാം. ഇടയ്ക്ക് നമ്മൾ റൈസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കും. അത് കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ റൈസും ചെക്ക് ചെയ്യാം. റൈസിലെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് പറ്റി. ഇതിലേക്ക് നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പം അതിൻ്റെ ഫുള്ള് ഞാൻ ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പോളം ബാക്കിയുണ്ട്. അത് മാറ്റി വെച്ചേക്കാം. ഇത് വീണ്ടും അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കണം. അതിനുശേഷം ഒരു 40 മിനിറ്റോളം അടച്ചങ്ങ് വെക്കും. ആ സമയം കൊണ്ട് അത് മൊത്തം അബ്സോർബ്ഡ് ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അടുത്തായിട്ട് സ്റ്റിക്കി റൈസിൻ്റെ പുറത്തൊഴിക്കാനായിട്ട് നമുക്ക് സോസ് ഉണ്ടാക്കണം. അതൊരു കോക്കനട്ട് സോസാണ്, നല്ല തിക്കായിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം സോസ് പാൻ ഉപയോഗിക്കുന്നത്. അതിനകത്തുണ്ടായിരുന്ന ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം എടുക്കാം, 250 ml. ഒരു 8 ടേബിൾ സ്പൂണോളം നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്, 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കണ്ടോ, ഇത് തിക്കായി തുടങ്ങി. കുറച്ചുകൂടെ തിക്കാവണം. നല്ലൊരു ബോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി കിട്ടും.
ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ മധുരമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മധുരം ചേർക്കാം. അല്ലെങ്കിൽ നമ്മൾ റൈസിൽ ചേർത്ത മിക്സറിൽ കൂടുതൽ മധുരം ചേർത്തിട്ട് ഇവിടെ മധുരം കുറച്ച് വേണമെങ്കിലും ചേർക്കാം. ഈ മിക്സർ നന്നായിട്ട് തിളച്ചു. ഞാൻ ഓഫ് ചെയ്യുകയാണ്. ആറുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നന്നായിട്ട് തിക്കാവും. അപ്പം 10 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്തേക്കായിരുന്നു. ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണം വെക്കാൻ. വീണ്ടും ഇത് അടച്ചു വെക്കാം. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പം നമ്മൾ 40 മിനിറ്റോളം അടച്ചു വെച്ചേക്കായിരുന്നു. ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ആ ഒഴിച്ച കോക്കനട്ട് മിൽക്കിൻ്റെ മിക്സ്ചർ നന്നായിട്ട് അബ്സോർബ്ഡായി കണ്ടോ, ഈ ഒരു പരുവായി. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമുക്ക് സെർവ് ചെയ്യാനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇടാം. ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് നേരെ പ്ലേറ്റിൽ വെക്കാം. ഇതിലേക്ക് കുറച്ച് മാംഗോ, സോസ് ഇതിൻ്റെ പുറത്തൊഴിക്കാം. റൈസിൻ്റെ പുറത്ത് സോസ് ഒഴിക്കാം. ഇനി ക്രഞ്ചിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ സെസമെ സീഡ്സ് ഇടാം, അല്ലെങ്കിൽ എള്ള് ഇടാം, അല്ലെങ്കിൽ ഇതേപോലെ മങ് ബീൻസ് അല്ലെങ്കിൽ പയറുപരിപ്പ് റോസ്റ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഇടാം. ഇതേപോലെയാണ് തായ് സ്റ്റിക്കി റൈസ് വിത്ത് മാംഗോ സെർവ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാൻഡൻ ലീഫാണ് കുക്ക് ചെയ്യാൻ നേരത്ത് ഉപയോഗിച്ചത്. അതില്ല എങ്കിൽ അതില്ലാണ്ട് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. ഈ പാൻഡൻ ലീവ്സ് അല്ലെങ്കിൽ രംബ ചീര എന്ന് പറയും മലയാളത്തിൽ. അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ് കിട്ടുക. അപ്പോൾ ഇത് ഇല്ലാതെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 പേർക്ക് വരെ സെർവ് ചെയ്യാവുന്നൊരു പോർഷനാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.